രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ഞാനൊരു സ്ഥലത്തോട്ട് പോവാണ്. വേറെ എവിടെയല്ല, എറണാകുളത്തോട്ട് ഞാൻ പോവാണ്. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നേരെ ഞാൻ പ്ലാറ്റ്ഫോമിലോട്ട് പോയി. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഞാനാണെങ്കിൽ ധൃതി പിടിച്ചിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയത്, ട്രെയിൻ കിട്ടോ ഇല്ലെന്ന്. അവിടെ ചെന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ട്രെയിൻ വന്ന്. ട്രെയിനിലൊക്കെ വന്നിട്ട് ഞാൻ ട്രെയിനിലൊക്കെ കയറി സൈഡ് സീറ്റ് ഒക്കെ തന്നെയാണ് പിടിച്ചത്. ഞാൻ കയറിയപ്പം ഇരുന്ന ഇരിപ്പാണ് 4 മണിക്കൂർ അതേ ഇരിപ്പനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നീണ്ട 4 മണിക്കൂറിന് ശേഷം ഞാൻ എറണാകുളത്ത് എത്തി ഉടനെ തന്നെ ഒരു മിനറൽ വാട്ടറും പിന്നെ ഒരു സ്നിക്കേഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വിശക്കുമ്പോഴത്തേക്ക് സ്നിക്കേഴ്സ് ആണല്ലോ എടുക്കേണ്ടത്. നേരെ പോയത് നയനയുടെ അടുത്താണ്. പക്ഷെ നയനയുടെ അടുത്ത് ഞാൻ ഓൾറെഡി വന്നപ്പോഴത്തേക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ നടന്നു വരാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സെൻട്രൽ സ്ക്വയറിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തന്നെ വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ചിക്കിങ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒന്നും എനിക്ക് ഓർമ്മയില്ല, എന്തൊക്കെയോ പറയുമായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട്. ഫുഡിനെ കുറിച്ചോ മോളിനെ കുറിച്ചോ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ്. അവിടെ പോയിട്ട് ഞങ്ങളൊരു കോക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഡയറ്റ് കോക്കൊക്കെ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ നയനയുടെ വീട്ടിലോട്ടാണ് പോയത്. കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല, വീഡിയോ ഒന്നും. ഒരു ക്ലിപ്പ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ സ്റ്റേ ആയിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നയനയുടെ വീട്ടിൽ സ്റ്റേ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഓക്കെ, ബൈ.